എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊട്ടിയൂർ വൈശാഖോത്സവത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ. 2025 ജൂൺ 8 വൈശാഖോത്സവം തുടങ്ങിയത്. എടവ മാസത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് കൊട്ടിയൂർ വൈശാഖോത്സവം. മലബാറിന്റെ മഹോത്സവം എന്നാണ് കൊട്ടിയൂർ വൈശാഖോത്സവത്തിനെ വിശേഷിപ്പിക്കുന്നത്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. 28 ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖോത്സവം വെറും ഒരു ക്ഷേത്രാഘോഷം മാത്രമല്ല, പ്രകൃതിയോട് ചേർന്നുള്ള ആരാധന കൂടിയാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും ഇവിടെ കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിലെ പോലെയല്ല. നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലശാട്ടിൽ ആണ് ഉത്സവം അവസാനിക്കുന്നത്. അക്കരെ കൊട്ടിയൂർ, ഇക്കരെ കൊട്ടിയൂർ എന്നീ ക്ഷേത്രങ്ങൾ ബാവലിപ്പുഴയുടെ 2 കരകളിലായാണ് ഉള്ളത്. കണ്ണൂരിന്റെ കിഴക്കൻ മേഖലയിൽ ഉള്ള ചെറു കുന്നുകൾക്കിടയിലാണ് ഈ ഒരു പ്രദേശം ഉള്ളത്. ഉത്സവത്തിന് വേദിയൊരുങ്ങുന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രമാണ്. പുഴയുടെ തെക്ക് ഭാഗത്തുള്ള ഇക്കരെ കൊട്ടിയൂർ സ്ഥിരം ക്ഷേത്രമുണ്ട്. വടക്ക് ഭാഗത്തുള്ള അക്കരെ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് മാത്രമായി ക്ഷേത്രം കെട്ടിയുണ്ടാക്കും. ഉത്സവകാലത്ത് ഇക്കരെ കൊട്ടിയൂർ പൂജകൾ ഉണ്ടാവില്ല. ജൂൺ 9 അർദ്ധരാത്രി ഭണ്ഡാരം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനു മുൻപും ജൂൺ 30 മകന്നാൾ ഉച്ചശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്ന ഒരു വാസ്തുനിർമ്മിതിയും അക്കരെ കൊട്ടിയൂരിലില്ല. മണിത്തറയും വെള്ളത്തിലും കരയിലുമായി കെട്ടിയുണ്ടാക്കിയ പർണശാലകളും കുടിലുകളും ചേർന്നതാണ് താൽക്കാലിക ക്ഷേത്രം. ബാവലിപ്പുഴയിലെ കല്ലുകളും മണ്ണും കൊണ്ടും ആണ് മണിത്തറ ഉണ്ടാക്കുന്നത്. വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നും ആഘോഷമായി പള്ളിവാൾ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ച് പൂജയുമുണ്ട്. ഉത്സവശേഷം ക്ഷേത്രം അടയ്ക്കുമ്പോൾ മുതിരേരിക്കാവിലേക്ക് വാള് തിരിച്ചു കൊണ്ടുപോകും. ഒരുപാട് ജാതിക്കാർക്ക് ആചാരപരമായി ചടങ്ങുകളുള്ള ഉത്സവമാണിത്. വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെയുള്ള അവകാശികൾ ഇവിടെ എത്തും. കൊട്ടിയൂർ അമ്പലത്തിൽ വെള്ളത്തിലൂടെയാണ് പ്രദക്ഷിണം. നമ്പൂതിരി സ്ത്രീകൾ, രാജകുമാരന്മാർ എന്നിവർക്ക് അവിടെ പ്രവേശനമില്ല. ഇനി കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഐതിഹ്യം പറയാം. ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഐതിഹ്യം. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4 അധ്യായം 5 ദക്ഷയാഗ കഥ പറയുന്നത്. ഭാഗവതത്തിൽ ദക്ഷയാഗം കഥ ഉണ്ട്, എന്നാൽ കൊട്ടിയൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതൊന്നും പറയുന്നില്ല. അത് അല്ലാതെ കേട്ടിട്ടുള്ള ഐതിഹ്യമാണ്. ദക്ഷന്റെ യാഗഭൂമിയായിരുന്നു അത്രേ അവിടെ. ദക്ഷന്റെ മകളായ സതീദേവി ദക്ഷന്റെ സമ്മതപ്രകാരം അല്ലാതെ പരമശിവനെ വിവാഹം ചെയ്തു. അവരെ അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടെ ദക്ഷൻ ഒരു യാഗം നടത്തി. സതീദേവിയെയും പരമശിവനെയും ഒഴികെ എല്ലാവരെയും യാഗത്തിന് വിളിച്ചു. പരമശിവന്റെ വാക്കുകളെ അവഗണിച്ച് സതീദേവി യാഗത്തിന് പോയി. യാഗഭൂമിയിൽ വെച്ച് പരമശിവനെ ദക്ഷൻ അപമാനിച്ചു. ഇത് സഹിക്കാൻ കഴിയാതെ ദേവി യാഗാഗ്നിയിൽ ജീവനൊടുക്കി. ഇതറിഞ്ഞ് കൈലാസത്തിൽ ഇരുന്ന പരമശിവൻ കോപിഷ്ഠനായി. ക്രുദ്ധനായി ഘോര ശബ്ദം മുഴക്കിക്കൊണ്ട് ജഡ അഴിച്ച് നിലത്തടിച്ച് ചുണ്ട് കടിച്ചമർത്തി ഭീകര സ്വരൂപനായി കൈലാസവാസികളെ ഭയപ്പെടുത്തി. ഇടിമിന്നൽ പോലെ അഗ്നിജ്വാലകൾ ഭൂമിയിൽ പതിച്ചു. കാർമേഘം പോലെ കറുത്തതും ശരീരം മാനം മുട്ടേ നിൽക്കുന്നതുമായ ഒരതികായൻ ജഡയിൽ നിന്ന് പുറത്തു വന്നു. 1000 കൈകളും ഘോരദംഷ്ട്രങ്ങളും തലയോട്ടിമാലയും കൈകളിൽ പലതരം ആയുധങ്ങളും ധരിച്ചിരിക്കുന്നു. 3 സൂര്യന്മാരെ പോലെ കണ്ണുകൾ ജ്വലിക്കുന്നു. അഗ്നിസ്ഫുലിംഗങ്ങൾ പോലെ ശോഭിക്കുന്ന ചെമ്പിച്ച മുടി. പരമശിവന്റെ തന്നെ അംശമായ മഹാദേവന്റെ ഭടന്മാരിൽ നായകനായ വീരഭദ്രനായിരുന്നു അത്. വീരഭദ്രനടക്കം ശിവപാർഷദന്മാർ യജ്ഞശാലയിൽ നിറഞ്ഞു. അവരിൽ പലതരം ആയുധങ്ങൾ ധരിച്ചവരുണ്ട്. ചിലർ പൊക്കം കുറഞ്ഞവരാണ്. മറ്റു ചിലർ ആയുധങ്ങൾ ഉയർത്തി വെല്ലുവിളികൾ നടത്തുന്നു. അവർ പല കൂട്ടങ്ങളായി പിരിഞ്ഞ് യാഗശാല തകർത്തു. അടുക്കള നശിപ്പിച്ച് സർവരെയും പട്ടിണിക്കിട്ടു. സദസ്യരെ മുഴുവൻ ഭയപ്പെടുത്തി ഓടിച്ചു. യജ്ഞോപകരണങ്ങൾ നശിപ്പിച്ചു. അഗ്നികുണ്ഡലത്തിലെ തീ കെടുത്തി. ഹോമകുണ്ഡങ്ങൾ മലമൂത്ര വിസർജനം ചെയ്ത് അശുദ്ധമാക്കി. യജ്ഞവേദിയിലെ മാന്ത്രിക പാശം അറുത്തുമാറ്റി. മഹാമുനികളെ ഉപദ്രവിച്ചു. മുനിപത്നിമാരെ ഭീഷണിപ്പെടുത്തി. യാഗത്തിൽ യജ്ഞമൃഗത്തെ ബലി നൽകും പോലെ ദക്ഷന്റെ ശിരസ് വീരഭദ്രൻ ശരീരത്തിൽ നിന്നും വേർപെടുത്തി. യജ്ഞശാല കത്തിയെരിയുകയും ദക്ഷശിരസ് വീരഭദ്രൻ കയ്യിലെടുത്തുകൊണ്ട് ദക്ഷിണാഗ്നിയിൽ ഹോമിക്കുകയും ചെയ്തു.
വീരഭദ്രനും കിങ്കരന്മാരും കൈലാസത്തിലേക്ക് മടങ്ങി. മഹാവിഷ്ണുവും ബ്രഹ്മാവും ഇന്ദ്രനും ഉൾപ്പെടെയുള്ള ദേവീദേവന്മാർ പരമശിവന്റെ അടുത്തെത്തി. അവരുടെ അഭ്യർത്ഥന മാനിച്ച മഹാദേവൻ ശാന്തമായി ദക്ഷനെ പുനർജീവിപ്പിച്ചു. തല ചിന്നിച്ചിതറിപ്പോയതിനാൽ ആടിന്റെ തല ചേർത്ത് വെച്ച് ജീവൻ നൽകി. പിന്നീട് യാഗം മുടങ്ങിയ ഭൂമിയിൽ ഒരു ശിവലിംഗ സ്വയംഭൂവായി ഉയർന്നു വന്നു. ശിവന്റെ സാന്നിധ്യമായി കണ്ട് ഇതാണ് കൊട്ടിയൂരിൽ ആരാധിക്കുന്നത്. ഇങ്ങനെയാണ് കൊട്ടിയൂരിലെ ഐതിഹ്യം. ആടിന്റെ തല വെച്ച് പുനർജീവിച്ച ശേഷം ദക്ഷ പ്രജാപതി മഹാദേവനോട് ക്ഷമായാചനം നടത്തുകയും പരമശിവൻ ആ ക്ഷമായാചനം സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും യജ്ഞം ആരംഭിച്ചു എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. കൊട്ടിയൂരിലെ ഉത്സവ സമയത്ത് അവിടെ നിന്നും ഓടപ്പൂ കിട്ടാറുണ്ട്. അതും അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അവിടെ ഉത്സവ സമയത്ത് പോകുന്ന ഒരുവിധം എല്ലാവരും ഈ ഓടപ്പൂവ് പ്രസാദമായി വാങ്ങാറുണ്ട്. ഇത് വാങ്ങിച്ച് വീടിന്റെ ഉമ്മറത്തും വാഹനങ്ങളിലും പൂജാമുറിയിലും ഒക്കെ വെക്കുന്നത് വളരെ ഐശ്വര്യം കൊണ്ടുവരും എന്നാണ് പറയുന്നത്. സർവ്വ ഐശ്വര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അവിടെ പോകുന്നവർ ഒരുവിധം എല്ലാവരും തന്നെ ഈ ഒരു ഓടപ്പൂ വാങ്ങിക്കാറുണ്ട്. ഓടപ്പൂവിനെ കുറിച്ച് പറയുന്ന ഐതിഹ്യം ഇങ്ങനെയാണ്. വീരഭദ്രൻ ദക്ഷന്റെ ദീക്ഷ പറിച്ചെടുത്ത് കാറ്റിൽ പറത്തിയ ശേഷമാണത്രേ തല അറുത്തത്. ഈ ദീക്ഷ ആണ് ഓടപ്പൂ പ്രതിനിധാനം ചെയ്യുന്നത്. വയനാട്ടിലെ മലനിരകളിൽ നിന്നാണ് ഓടപ്പൂവിനുള്ള മുള ശേഖരിക്കുന്നത്. ഓടപ്പൂ നിർമ്മിക്കുമ്പോൾ പാകത്തിന് മുറിച്ചെടുത്ത മുള വെള്ളത്തിൽ ഇട്ട് വീണ്ടും വെള്ളത്തിലിട്ട് സംസ്കരിച്ച ശേഷമാണ് ഇതിന്റെ നിർമ്മാണം. വീരഭദ്രൻ യജ്ഞാചാര്യനായ ഭൃഗു മഹർഷിയുടെ താടിരോമങ്ങൾ പറിച്ചെടുത്തതായിട്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. പിന്നീട് ആ താടി ഉണ്ടാവാൻ വേണ്ടി മഹാദേവൻ അനുഗ്രഹിച്ചു എന്നും പറയുന്നുണ്ട്. ഉത്സവത്തോടനുബന്ധിച്ചുള്ള കൊട്ടിയൂരിലെ ചടങ്ങുകളാണ് പറയാൻ പോകുന്നത്. 2025 മെയ് 12 പ്രാക്കൂഴം. 2025 ജൂൺ 8 നെയ്യാട്ടം നടന്നു. അതായത് ഉത്സവം തുടങ്ങുന്ന സമയത്താണ് നെയ്യാട്ടം. ജൂൺ 9 ഭണ്ഡാരം എഴുന്നള്ളത്ത്. ജൂൺ 15 തിരുവോണം ആരാധന. ജൂൺ 17 ഇളനീർ വെയ്പ്പ്. 18 ഇളനീരാട്ടം അഷ്ടമി ആരാധന. 20 രേവതി ആരാധന. 24 രോഹിണി ആരാധന. 26 തിരുവാതിര ചതുശതം. 27 പുണർദം ചതുശതം. 28 ആയില്യം ചതുശതം. ജൂൺ 30 മകം കലം വരവ് കലപൂജ. ജൂലൈ 3 അത്തം ചതുശതം വാളാട്ടം. ജൂലൈ 4 തൃക്കലശാട്ട്. ഈ തൃക്കലശാട്ടോടു കൂടെയാണ് കൊട്ടിയൂർ ഉത്സവം സമാപിക്കുന്നത്. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.